So guys, welcome back to the yet another video of Rindu Bhagya Vlogs. അപ്പൊ നമ്മുടെ ഹണിമൂൺ വ്ളോഗ് നമ്മളെ ചാനലിൽ ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. ഇനി ഒരു പാർട്ടും കൂടി ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞാൽ നമ്മളെ ഹണിമൂൺ വ്ളോഗ് കംപ്ലീറ്റ് ആവും. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, എന്തായാലും ചാനൽ ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് നമ്മളെ ഇന്നത്തെ യാത്ര കുറച്ച് ലോങ് ആണ്. നമ്മൾ നമ്മുടെ റവിലാണ് പോകുന്നത്. നമ്മള് കാർ എടുത്തത് നമ്മുടെ കാറിന്റെ പേര് റവ് എന്നാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ കാറ് നമ്മളങ്ങനെ സക്സസ് ഓക്കെ. അപ്പൊ നമ്മള് കാർ എടുത്തതിന് ശേഷം ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു യാത്ര പോകുന്നത്. അപ്പൊ നമ്മള് എറണാകുളത്തേക്കാണ് യാത്ര പോകുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മാരേജ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ പോകുന്ന വഴിക്ക് നമ്മൾ നേരെ ഇവിടെ വീട്ടിൽ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്തിട്ട് അവിടെ നിന്ന് കണക്ടിങ് ആയിട്ട് നേരെ എറണാകുളത്തേക്ക്. വേറെ ഒന്നുമല്ല, നാളെ പോവാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോവാണെന്നുണ്ടെങ്കിൽ നല്ല ലോങ് ആയിരിക്കും, ക്ഷീണാവും. കുറെ ലോങ് വീട്ടിൽ നിന്നൊക്കെ പോകുമ്പോ ഒരു 4 to 5 ഉള്ളിൽ ഒരു 5 മണിക്കൂറിന്റെ ഉള്ളിൽ യാത്ര ഉണ്ട്. എറണാകുളം അല്ല, അവിടുന്ന് കുറച്ച് പോകാനുണ്ട്. അപ്പൊ നമുക്ക് ഏതായാലും പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണുക. എല്ലാ വീഡിയോ പോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് നിങ്ങൾ വാച്ച് ചെയ്യുക. ആൻഡ് ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ കൂടെ. ഓക്കെ, അപ്പൊ നമ്മളവിടുന്ന് ഇറങ്ങുകയാണ്. നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്. കൂടെ മേമന്റെ മോളുടെ മോളുണ്ട്. അപ്പൊ നമ്മളിവിടെ പോകുന്നതാക്കി ഡ്രോപ്പ് ചെയ്തിട്ട് പിന്നെ നേരെ മലപ്പുറം, ദെൻ എറണാകുളം. ഓക്കെ, അപ്പൊ നമുക്ക് ഓഫ് ടു മലപ്പുറം. ഗുഡ് ഈവനിങ് ഭാഗ്യ ആൻഡ് റിന്റു. ഗൈസ്, നമ്മള് അവരവിടെ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അവിടുന്ന് മഴ പൊടിയുന്നുണ്ട്. പിന്നെ ചേളാരി കഴിഞ്ഞ പിന്നെ മഴ തീരെയില്ല. ഈ ഭാഗത്ത് മഴയൊന്നും പോയിട്ടില്ല. ഇവിടെ വലിയ മഴയൊന്നുമില്ല, എന്നാലും അത്തം രാത്രിക്ക് ശേഷം പെയ്ത മഴയാണ്. അതിന് മുന്നേ നല്ല വെയിലുണ്ടായിരുന്നു. പൊടിയുന്നുള്ളൂ. ചിങ്ങത്തിൽ മഴ ചിനിങ്ങി അങ്ങനെ എന്തോ ചൊല്ലുക. റെയിൽവേ ക്രോസിന്റെ ഇവിടെ സിഗ്നലിന് വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിലെത്തിരിക്കുകയാണ്. അവിടുന്ന് പോണ വഴിക്ക് പിന്നെ നമുക്ക് 1-2 സാധനങ്ങൾ മേടിക്കാനുണ്ട്. ഒരു കല്യാണത്തിൽ പോണ അവിടെ ഗിഫ്റ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതേപോലെ ചേച്ചിന്റെ പിള്ളേർക്ക് ഡ്രസ്സ് അങ്ങനെ 1-2 സ്ഥലത്ത് കയറാണ്ട്. നമുക്ക് ടൈമിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഷെഡ്യൂൾ ചെയ്യണം. പോയിട്ട് തിരക്കൊന്നുമില്ല, വീട്ടിൽ പോയിട്ട് ഇല്ല. അവിടെ അച്ഛനും അമ്മയും ഉണ്ടാവും ഉറപ്പില്ല. ഏതായാലും നോക്കിട്ട് ഓക്കെ. അങ്ങനെ നമ്മൾ അവിടുന്ന് റെയിൽവേ ഗേറ്റും പാസ് ചെയ്ത് കുറച്ചുകൂടെ മുമ്പോട്ടെത്തി. കുറച്ചങ്ങോട്ട് എത്തിയപ്പോ ദേ ഈ ഒരു സ്ഥലത്ത് നിന്ന് നല്ല ബ്ലോക്ക് വെച്ചാൽ ഒന്നാമത് അവിടെ പണി നടക്കുന്നുണ്ട്. ഈ ഒരു രീതിയിൽ അതിന്റെ ഒരു സൈഡിൽ ഫുള്ള് പൊളിച്ചിട്ടേക്ക് റോഡ്. പിന്നെ ഒന്ന് പണി ചെയ്ത് സെറ്റായി വരുമ്പോഴത്തേക്ക് പൊളിച്ചിട്ടില്ലേ റോഡ് പണീന്റെ ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവില്ല. പിന്നെ ഈ ബസ് അതിന്റെ ഇടയിൽ കൂടെ റോങ് സൈഡ് കയറി വരികയും ചെയ്ത് അങ്ങനെ മൊത്തത്തിൽ അവിടെ കുറെ നേരം പെട്ടിരുന്നു. അതാണ് ഉണ്ടായത്. ഈ ഒരു ബസ്സാണ് റോങ് സൈഡ് കയറിയിരുന്നത്. അങ്ങനെ അവസാനം അതിൽ വന്ന നാട്ടുകാരും അവിടെ ബ്ലോക്ക് പെട്ട എല്ലാരും കൂടെ അതിനെ പിടിച്ച് സൈഡിലേക്ക് ആക്കി. സമയം 5:51. നമ്മൾ 5 മണിക്ക് ആകുമ്പോ എത്തണ്ട. ആ മുടിഞ്ഞ ട്രാഫിക് വെച്ചാൽ അവിടെ പ്രൈവറ്റ് ബസ്സുകാരെ സ്ഥിരം കുന്നെടുപ്പാ. എല്ലാ സ്ഥലത്തും നല്ല രീതിയിൽ പണി കിട്ടി. അവിടെ കുറേ സമയം അവിടെ വേസ്റ്റ് ആയി. എല്ലാ ബസ്സുകാർക്കും വെറുതെ കളയാ. അവന്മാർക്ക് മര്യാദയ്ക്ക് ഓടിച്ചാൽ മതി. അവിടെ ഓൾറെഡി വഴി പണി നടക്കുന്ന സ്ഥലം. എന്നിട്ട് അവന്മാർ ആ കുന്തെടുപ്പ് കാണിച്ച്. എന്തായാലും നല്ല സമയം വേണം, എല്ലാവരും സമയം പോയി. അങ്ങനെ നമ്മളിപ്പോൾ നെസ്റ്റോയിലെത്തി. ഇനി ഇവിടുന്ന് ഗിഫ്റ്റ് മേടിക്കണം, പിന്നെ ചേച്ചീൻ്റെ പിള്ളേർക്ക് ഡ്രസ്സ് നോക്കണം, അങ്ങനെ കുറച്ച് പരിപാടി. ഓക്കെ, അപ്പം നമുക്ക് കയറാം. അങ്ങനെ നമ്മൾ നെസ്റ്റോയിൽ കയറി. അവിടെ ഫസ്റ്റ് സെക്ഷൻ തന്നെ പിള്ളേരുടെ ചോക്ലേറ്റിന്റെ ഒക്കെ സെക്ഷൻ ഉണ്ട്. അപ്പൊ എന്റെ കൂടെയുള്ള കുട്ടി പിന്നെ ചോക്ലേറ്റ് എടുക്കണമെന്ന് വാശി പിടിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെ അവളെയും പിടിച്ചുകൊണ്ട് മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ മേടിക്കാനുള്ള ഡ്രസ്സിന്റെ സെക്ഷനിലേക്ക് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അപ്പൊ ഡ്രസ്സിന്റെ സെക്ഷനിൽ ചെന്നിട്ട് 2 പേർക്കുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അത്യാവശ്യം നല്ല രീതിയിൽ സമയം. സത്യമാണ്, ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ പെൺപിള്ളേർക്ക് പ്രാന്താണ്. അവർക്ക് എത്ര ഡ്രസ്സ് കിട്ടിയാലും മതിയാവൂല. നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള അഭിപ്രായം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മള് ഗിഫ്റ്റ് മേടിച്ചു, പിന്നെ 1-2 സാധനങ്ങൾ മേടിച്ചു. വെക്ക് പിന്നെ ഡ്രസ്സ് കണ്ടാ ഒന്നും മേടിക്കാതെ പറ്റൂല. ഡ്രസ്സ് കണ്ട പ്രാന്താണ്. അതെ, എല്ലാ പെണ്ണുങ്ങളും അതെ. അപ്പൊ എന്തായാലും അത് മേടിച്ചു. അപ്പൊ നമ്മള് ഇവിടുന്ന് ഇറങ്ങണം. അച്ഛനമ്മ നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ കഴിക്കാൻ വേണ്ടിട്ട്.
നമ്മള് നേരെ സബ്ക ഹോട്ടലിലേക്കാ പോകുന്നത്. നീ പോയിട്ടുണ്ടോ മുന്നേ സബ്ക? അവിടുന്ന് വന്ന് നമ്മള് പാർസൽ മേടിക്കാന് അത് ഇതല്ല, കലീസാണ്. നമ്മള് സബ്ക ഹോട്ടലിലേക്ക് പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ നെസ്റ്റോന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ സബ്ക എന്നിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. ഇവിടെ വെജ് പ്ലസ് നോൺ വെജിനായിട്ട് 2 സെക്ഷൻ ആയിട്ടുള്ളത്. അപ്പൊ നമ്മൾ വെജ് പ്ലസ് നോൺ വെജ് സെക്ഷനിലേക്കാണ് വന്നത്. അച്ഛനും അമ്മയും ഭരത്തും ഓൾറെഡി നമ്മളെ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ ഈ ഹോട്ടലിന്റെ മുന്നിൽ തന്നെ ഉള്ള ആ ഒരു സ്ഥലത്ത് തന്നെ സ്പേസ് ഒക്യുപ്പൈ ചെയ്തിട്ട് അവിടെ പാർക്ക് ചെയ്തു. പക്ഷെ അവിടെ സ്പേസിന് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് അവര് റോഡിന്റെ അപ്പുറം ഒരു സൈഡത്താണ് പാർക്ക് ചെയ്തത്. അപ്പം അവിടേക്ക് വരുന്നവര് ആ ഒരു ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു, കാരണം ആ ഒരു ട്രാഫിക് ടൈം ഒക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ അകത്ത് കയറി ഫുഡ് ഓർഡർ ചെയ്തു. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് നമ്മള് മഷ്റൂമിന്റെ സൂപ്പും അതേപോലെ തന്നെ നമ്മുടെ ചിക്കന്റെ സൂപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടും നമ്മൾ ക്രീമി സൂപ്പും പിന്നെ നോർമൽ വെജ് സൂപ്പും ആയിരുന്നു. അപ്പൊ ഈ 2 സാധനം നമ്മൾ ട്രൈ ചെയ്തു. അമ്മയ്ക്കും ഭാഗ്യക്കും പിന്നെ അത് വേണ്ടാന്ന് പറഞ്ഞു. ഭരത്തും അച്ഛനും ഞാൻ കുടിച്ചു സ്റ്റാർട്ടേഴ്സ്. ഹെൽത്തി ആണ്, സ്റ്റാർട്ടേഴ്സ് എപ്പോഴും നല്ലത് തന്നെയാണ്. പക്ഷെ ഭാഗ്യക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടമല്ല. സാലഡ് ഓർഡർ ചെയ്തു, അത് വെജ് തന്നെയാണ്, അത് ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് അത് മാത്രം ഭാഗ്യം കഴിച്ചു. പിന്നെ നമ്മൾ മെയിൻ കോഴ്സ് ആയിട്ട് വെള്ളപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊറോട്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗോബി മഞ്ചൂരിയൻ, ബട്ടർ ചിക്കനും, പിന്നെ ഭരത്ത് ബീഫിന്റെ എന്തോ ഒരു ഐറ്റം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കുടിച്ച് സെറ്റ് ആയതിനു ശേഷം പിന്നെ ഒക്കെ ദഹനത്തിന് വേണ്ടിയിട്ട് നമ്മൾ സുലൈമാനിയും പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയതിനു ശേഷം പിന്നെ നമ്മൾ ബില്ലൊക്കെ പേ ചെയ്ത് ഇറങ്ങാൻ നേരത്ത് പിന്നെ ഭാഗ്യക്ക് ഡെസേർട്ട് ഐറ്റം എന്തെങ്കിലും വേണം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാത്ത ഈ ഒരു കുനാഫ ചോക്ലേറ്റ് ഇല്ലേ, അതൊരു ചെറിയ പീസും മേടിച്ചു അവിടെ. അപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു, ഇറങ്ങി. നേരെ ഓട്ടോ അങ്ങോട്ട്. അപ്പോ നമ്മളിതാ തിരൂര് നിന്ന് ഇങ്ങനെ കറങ്ങാണ്. നേരെ വീട്ടിലേക്ക് പോണം. അച്ഛനും അമ്മയൊക്കെ പിറകിലുണ്ട്. അപ്പോ ഹൗ വാസ് യുവർ ഫുഡ്? Food was awesome. Awesome? ഇഷ്ടപ്പെട്ടോ? Yes. I like butter chicken and naan, plain naan. ഞാനും ബട്ടർ നാനൊക്കെ ഇപ്പോഴാണ്, പ്ലെയിൻ നാന് ബട്ടർ നാനൊക്കെ ഇപ്പോഴാണ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക്. ഓക്കേ, മഴ ചാറുന്നുണ്ടല്ലേ. അങ്ങനെ നമ്മൾ അച്ഛന്റെ കാറിനെ ഫോളോ ചെയ്തിട്ട് പോവാന്നായിരുന്നു വിചാരിച്ചത്. അവര് പോകുന്നതിന്റെ സെയിം പാത്ത് തന്നെ നമുക്ക് പോകാനുള്ളത്. വീട്ടിലേക്ക് തന്നെയുള്ള 2 പേരും. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലായി പോയപ്പോ പിന്നെ അവരെ ഫ്രണ്ടിലേക്ക് ആക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ഒന്ന് സൈഡ് കൊടുത്തത്. പിന്നെ അവിടെ ട്രാഫിക് ബ്ലോക്ക് വേണ്ട അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്തു. അങ്ങനെ ഒരു വിധത്ത് വീട്ടിലെത്തിയിട്ട് എഞ്ചിൻ ഹീറ്റായി. പിറ്റേ ദിവസം നമുക്ക് നല്ല ലോങ് ഡ്രൈവ് പോകാനുള്ളതുകൊണ്ട് പിന്നെ അത് കൂളാൻ വേണ്ടിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചു. പിന്നെ വീട്ടിൽ കയറിയിട്ട് നമ്മൾ മേടിച്ച ഗിഫ്റ്റില് നമ്മളെ പേരും സാധനങ്ങളൊക്കെ ഒട്ടിച്ച് വെച്ചു. റിന്റു ഭാഗ്യ വ്ളോഗ്സ് ഒന്ന് സ്പെഷ്യലി എടുത്ത് എഴുതി. സത്യം പറഞ്ഞാൽ വെറുതെ എഴുതേണ്ട ആവശ്യമില്ല, പക്ഷെ എന്നാലും നമ്മളൊരു ചാനലിന്റെ ഒരു ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിട്ട്. സോ ഗൈസ്, നമ്മളിതാ ഭാഗ്യയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. സക്സസ്ഫുള്ളി വേസ്റ്റഡ് 1 hour in ട്രാഫിക്. ഒരു ട്രാഫിക് ഒന്നല്ല 2-3 ട്രാഫിക് ഒക്കെ പെട്ട്. പിന്നെ ഓണത്തിന്റെ ഒരു തിരക്കും പിന്നെ ശനി ഞായറിന്റെ തിരക്കും എല്ലാം ഉണ്ട്. അങ്ങനെ പിന്നെ ഇവിടുത്തെ ട്രാഫിക് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ആണെങ്കിൽ കാറ് ഇവിടെ കയറ്റി വെക്കാൻ അവിടെ കുറെ നേരം ടൈം എടുത്തു. അങ്ങനെ കുറെ സമയം നല്ല രീതിയിൽ നമ്മൾ എന്തായാലും 11 ആവാനായി നമ്മൾ കിടന്നുറങ്ങണം. നാളെ നേരത്തെ നീക്കാനുള്ളതാണ്. 6 മണിയാകുമ്പോഴത്തേക്ക് ജേർണി സ്റ്റാർട്ട് ചെയ്താൽ നമുക്കൊരു 5 hours മേലെ ജേർണി. മുഹൂർത്തം എന്തായാലും 12-ന് ശേഷം. എന്നാലും നമ്മൾ നേരത്തെ എത്തണ്ടേ, ഒരു 11 മണിക്കെങ്കിലും 11 മണിക്കാകുമ്പോഴത്തേക്ക് എത്തുന്നു വിചാരിക്കാം. ട്രാഫിക് ഒന്നും ഇല്ല. ഇതുപോലെയാണെങ്കിൽ വായിക്കൈ പൊന്നകൈ മൂഞ്ചി എന്നുള്ള അവസ്ഥയും. അങ്ങനെ നമ്മളിതാ ഉറങ്ങാൻ പോവാണ്. നെക്സ്റ്റ് ഡേ നമുക്ക് കല്യാണ ലൊക്കേഷനിലേക്ക് പോകുന്ന യാത്ര. സോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നമ്മളിതാ പുലർച്ചെ 5 മണി 5:15 4:45 പറഞ്ഞിട്ട് ഭാഗ്യനെ പേടിപ്പിച്ചിട്ട് വേഗം 4 മണിക്ക് എണീപ്പിച്ച, അല്ലെങ്കിൽ നേരെ വേഗം അറിയാം. അങ്ങനെ പിന്നെ വേഗം എണീറ്റ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി സെറ്റായി. ഇനി ഇവിടെ കുറച്ച് മേക്കപ്പ് കൂടിയേ ബാക്കിയുള്ളൂ. ഇപ്പൊ തന്നെ 5:20. യെസ്, ഇത് എന്റെ ഷർട്ട് പാന്റ്, ഇത് അവളുടെ ചുരിദാർ, സൽവാർ എന്നല്ലേ പറയാ. അപ്പൊ നമ്മുടെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ടെന്ന് പറയൂ ഗൈസ്. ഗെറ്റിംഗ് റെഡി ഫോർ ദ മാരേജ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങണം. ഇവിടെ മേക്കപ്പ് കൂടെ കഴിഞ്ഞിട്ട് വേഗം ഇറങ്ങണം. ലോങ് ആണ്, പിന്നെ പോരാനിട്ട് നമ്മൾ ഇത്രയും ഓടിക്കല. അപ്പൊ ഒന്ന് ജസ്റ്റ് നിർത്തി അങ്ങനെ പോവാന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ കയറണം. അപ്പൊ നമുക്ക് പോവാം
കല്യാണത്തിന്, ശ്യാമിന്റെ കല്യാണത്തിന്. അങ്ങനെ എൻ്റെ ഒരുക്കൊക്കെ കഴിഞ്ഞ സ്പ്രേ ഒക്കെ അടിച്ച് സെറ്റായി. പിന്നെ ഭാഗ്യം കൂടെ ഒരുങ്ങാനുണ്ടായിരുന്നു. അതല്ലേ ഞാനും പറഞ്ഞു. സോ ഫൈനൽ ഔട്ട് ഈസ് റെഡി. ഓക്കേ, നമ്മൾ ഇറങ്ങി ഗൈസ്. ഇനി ഇവിടുന്ന് 5 മണിക്കൂർ യാത്ര ഉണ്ടാവും. അപ്പം നമുക്ക് ഒറ്റ സ്ട്രെച്ച് പോവാതെ അവിടെ ഇവിടെയൊക്കെ നിർത്തിയിട്ടൊക്കെ പോവാം. ഓക്കെ, നമ്മൾ യാത്ര തുടങ്ങി. പുലർച്ചയ്ക്ക് ഇറങ്ങിയോണ്ട്, പുലർച്ചെ മീൻസ് 6 മണിക്ക് ആയിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇറങ്ങിയോണ്ട് എന്തായാലും നമുക്ക് അത്ര ട്രാഫിക് ഉണ്ടായില്ല. അത്യാവശ്യം നല്ല സൺറൈസും കാര്യങ്ങളൊക്കെ കണ്ട് നല്ല കൂളായിട്ടുള്ള നല്ല വെതർ കണ്ടീഷനിലായിരുന്നു നമ്മൾ യാത്ര ചെയ്തത്. അപ്പോൾ ഈ വയലും സാധനങ്ങൾ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, സൺറൈസ്. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ വെച്ച് പൂ മേടിച്ചു. നമ്മൾ ഇറങ്ങുമ്പോഴേ വിചാരിച്ചായിരുന്നു, അവന് ബാഗ് കൊണ്ട് പൂ കിട്ടി. ഇനി എൽബോർഡ് നമ്മൾ കുറേ പറിച്ച് മാറ്റണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒഫീഷ്യലി സെറ്റായി ഓൺ റോഡിൽ. അങ്ങനെ അതൊക്കെ പറിച്ച് കളഞ്ഞ് പിന്നെ പൂവെടുത്ത് കണ്ടിട്ട് ബാഗിക്ക് കൊടുത്തു തലയിൽ വെക്കാനായിട്ട്. അപ്പം വെക്കണം എന്നില്ല, പക്ഷെ അവിടെ ഇത്തിരി വെക്കാനായിട്ട് കൈ കൊടുത്ത് വെച്ചു എന്നുള്ളൂ. അധികം ഒന്നും മേടിച്ചിട്ടില്ല, ജസ്റ്റ് പേരിനൊന്ന് തലയിൽ വെച്ച് നോക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങിയ. ബാഗിക്ക് അധികം ഇഷ്ടമൊന്നുമല്ല, എനിക്കും വലിയ ഇതില്ല. അതിൻ്റെ മണം അങ്ങനെ സ്മെല്ല് ചെയ്താൽ പ്രാണിക്കൊക്കെ കയറുന്നുള്ളതാണ്. ഒരാൾക്ക് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞു, മുല്ലപ്പൂ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. വെക്കാത്തൊരു സാധനം ഇതെങ്ങാനും വെച്ചിട്ട് തലവേദന എന്നെങ്ങാനും പറഞ്ഞു. നല്ല ഇടി എന്താ സ്മെല്ലുണ്ട്. അപ്പൊ നമ്മള് തൃശ്ശൂർ എത്തില്ല, തൃശ്ശൂർ എത്താനായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ജേണി തുടങ്ങി ഇട്ടുള്ളൂ, കുറച്ചുകൂടെ ആയിട്ടുള്ളൂ. ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊക്കെ ഉണ്ട്. ഇവിടെ മുല്ലപ്പൂ കണ്ടപ്പോ ഇവിടെ നിർത്തിയതാണ്. ഓക്കെ, പെട്രോൾ അടിക്കാൻ കയറി, മുല്ലപ്പൂ അടിച്ചു, എയർ ചെക്ക് ചെയ്തു, ഫുഡ് കഴിക്കാൻ പോണ വഴിക്ക് പോ. കണ്ണാടി നോക്കുന്നത് നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ശരവണ ഭവനിൽ വന്നിരിക്കും. കാണുന്നുണ്ട് സംഭവം. ഹോട്ടല് കൊറേ പോയി നമ്മള് വരുന്ന വഴിക്ക്, പക്ഷെ ഉള്ളിലേക്കായിട്ട് കാണുന്നില്ല ഒന്നും. അപ്പൊ ചിലത് പാസ്സായി പോയി കഴിഞ്ഞാ പറയണത്. അപ്പൊ നമുക്ക് ഏതായാലും ഇവിടുന്ന് കഴിച്ചിട്ട് പിന്നെ കഴിച്ചിട്ട് വാഷ്റൂമൊക്കെ ഒന്ന് പോയിട്ട് മെല്ലെ പോവാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് ഒരു എത്ര മണി 7:45 ഇനിയിപ്പോ നമുക്കൊരു 2.5 hours ഉണ്ട്. അപ്പൊ നമുക്ക് അവിടെ ഇത്തിരി കാണാം ഫുഡ് കഴിച്ചിട്ട്. ഓക്കെ, അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ഒനിയനൂത്തപ്പം ഒരു സെറ്റും, പിന്നെ അതിൻ്റെ കൂടെ ഒരു ഉടുന്ത് വടയും, പിന്നെ 3 ചട്നി അവക്ക് കിട്ടി. എനിക്കൊരു ചട്നി കുറവായിരുന്നു, പിന്നെ അത് പറഞ്ഞ് മേടിച്ച്. പിന്നെ 2 കോഫിയും പറഞ്ഞു ഉറക്കം വരാതിരിക്കാനായിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചും കുടിച്ചും ഫില്ലായിട്ട് പിന്നെ നമ്മൾ നേരെ കാറിലോട്ട് തിരിച്ചു പോയി. സോ ഗൈസ്, നമ്മൾ അവിടുന്ന് കഴിച്ചു ഒനിയനൂത്തപ്പം, വട, പിന്നെന്താ വേറെന്തായിരുന്നു, കോഫി, ചട്നി ഉണ്ടായിരുന്നു 3 ടൈപ്പ്. പക്ഷെ 120 rupees ആണ് മറ്റേ ഇതിന് ഒനിയനൂത്തപ്പത്തിന്. പക്ഷെ 5 കായ്ക്കില്ല. ഇതില് നന്നായിട്ട് ഞാൻ അല്ലേ, ഞാൻ അതിന് നന്നായിട്ട് ഉണ്ടാക്കിയില്ലേ. പലതും ക്യാരറ്റ് എന്താ ഒരു ടേസ്റ്റ് ഇല്ലാത്ത സാധനം. ചമ്മന്തി ആണെങ്കിൽ ഒനിയനൂത്തപ്പം ഫുള്ള് ഉള്ളി വെതറിട്ട് വെറുതെ വേറെ ഒന്നുമില്ല, ഒരു ടേസ്റ്റ് ഇല്ല. മാവൊന്നും മര്യാദക്ക് ഇതാവാത്ത പോലെ. വട നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ ഇതും കോഫിയും കുഴപ്പമില്ല, അത് രണ്ടും ഓക്കെയാണ്. അതിന് വലിയ വില. പക്ഷെ ഒനിയനൂത്തപ്പത്തിന് 120 ആണ് 2 പീസിന്. ചമ്മന്തി ഒരു വകയ്ക്ക് അതും ഉള്ളൂല് വല്ലാണ്ട്. എന്തായാലും ഇനി ശരമണാഭവന് എന്തായാലും ഒനിയനൂത്തപ്പം കഴിക്കും. മസാല ദോശ എന്താ പാടുന്ന അറിയില്ല, നമ്മൾക്ക് അറിയില്ല. ബാക്കിയുള്ളവരൊക്കെ മസാല ദോശ കഴിക്കുന്നു. നമുക്ക് ഇവിടുന്ന് ഏതായാലും ഫുഡ് കഴിച്ചു, വാഷ്റൂം യൂസ് ചെയ്തു. ഇനി നമ്മൾ നേരെ എറണാകുളം, ദെൻ മൂവാറ്റുപുഴ, തൊടുപുഴ, കരിങ്കുന്നം, അവിടെയാണ് സ്ഥലം. അപ്പൊ നമുക്ക് അവിടേക്ക് എത്താം. അതിന്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ജസ്റ്റ് ഒന്ന് നിർത്തേണ്ട ആവശ്യം വന്നാൽ നിർത്തും. ഓക്കെ, ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്, നമുക്ക് അവിടെ ഇത്തിരി കാണാം. മഴ പെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് പോയി വരാം. ഗൈസ്, നമ്മൾ ക്യാലടി എത്തി.
ഇപ്പോഴാണ് ഒരു ബ്ലോക്ക്, അതായത് ഇത്രയും നേരം ബ്ലോക്ക് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് ഒരു ബ്ലോക്ക് വന്ന്. ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? കണ്ടില്ലേ, ഉറക്കം വരുന്നുണ്ടോ അപ്പുച്ചി? അതെ, ഞാൻ കാരണം ഉറക്കം വരുന്നില്ല. ഞാൻ പാട്ടൊക്കെ വെച്ച് ആളെ വൈബാക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ പാട്ടൊക്കെ കേട്ട് അങ്ങനെ പോകുമ്പോഴാണ് ഇത്രയും നീണ്ടൊരു ട്രാഫിക്. നമ്മൾ ഈ ഒരു ട്രാഫിക്കിന്റെ അപ്പുറത്തെ അറ്റത്തുനിന്ന് പാസ് ചെയ്ത് ഇവിടെ എത്താൻ തന്നെ അത്യാവശ്യം ഒരു 6 മിനിറ്റ്സ് നമ്മളവിടെ കൺജഷൻ. 6 മിനിറ്റ്സ് മാപ്പിൽ കാണിക്കുന്ന, അതിൽ കൂടുതൽ നമ്മൾ പാസ് ചെയ്യും. റിയൽ ടൈമും ഗൂഗിൾ മാപ്പിന്റെ ടൈമും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ പെരുമ്പാവൂരെത്തി. ഇതാണ് നമ്മുടെ ശ്യാമിന്റെ വീട്. സ്ഥലം. പക്ഷെ നമ്മൾ ഇവിടേക്കല്ല വരുന്നത്, നമ്മൾ പോകുന്നത് നേരെ കരിങ്കുന്ന് എന്ന സ്ഥലത്ത്. അവിടെയാണ് ഇതല്ലേ ഫങ്ഷൻ, അവിടെയാണ്. അപ്പോ ഇതാ അഗെയിൻ റെഡാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് എപ്പ എത്തുമെന്ന് അറിയില്ല. 12 മണിക്കെങ്കിലും എത്തോടെ, മാമുണ്ണാനെങ്കിലും എത്തും അപ്പുച്ചി നമ്മള്. ഇല്ലേ, ആ കണ്ണിലെ തീ കഷ്ണം കണ്ടോ നിങ്ങൾ? അതിന്റെ ഇടയിൽ ഫുഡ് കഴിക്കാൻ കയറി, പെട്രോൾ അടിക്കാൻ കയറി, എയർ അടിച്ചു, പിന്നെന്താ മുല്ലപ്പൂ മേടിച്ചു. അങ്ങനെ കുറെ സമയം പോയി. ഫുഡ് കഴിക്കാൻ മെയിൻലി കുറെ സമയം, കുറെ വെയിറ്റിംഗ് ഒക്കെ ആയിട്ട്. അപ്പൊ എന്തായാലും അവിടെ എത്തുമ്പോ ഒരു 11 സംതിങ് ആവും. 11:45. കല്യാണം മിസ്സാവാതെ വലിയ കാര്യത്തിൽ പോകുന്നുണ്ട്. 4 മണിക്ക് എണീറ്റിട്ട് ഇവിടെ എത്തിയില്ല എന്നുള്ളത് അതാണ് ടാസ്ക്. പക്ഷെ എനിക്ക് ഒരുങ്ങാൻ തന്നെ വേണം. എനിക്ക് കുളിക്കാനൊന്നും നല്ല സമയം എടുത്ത്. സാധാരണ 10 മിനിറ്റ് 5 മിനിറ്റ് ഉള്ളിൽ കുളിക്കുന്നു. ശരി, അപ്പൊ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാന്ന് വിചാരിക്കാം. അപ്പൊ ഗായ്സ്, നമ്മള് മൂവാറ്റുപുഴ എത്തി. ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ഉണ്ട്, ഒരു അരമണിക്കൂറോളം ഉണ്ട്. ഇനി അങ്ങോട്ട് മഴയൊക്കെ വരുന്നുണ്ട്. മഴ പെയ്യോ അറിയത്തില്ല. എന്നാലും ഒരു അരമണിക്കൂറും കൂടെ ഉണ്ട്. ഗായ്സ്, നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി. അങ്ങനെ നമ്മൾ ഒരു വിധത്തിൽ ഗൂഗിൾ മാപ്പ് പറഞ്ഞ വഴിയിലൂടെ പോയിട്ട് കറക്റ്റ് സ്ഥലത്തെത്തി. താങ്ക്സ് ടു ടെക്നോളജി. അങ്ങനെ നമ്മൾ കറക്റ്റ് ഒരു 12 ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് എത്തി. നമ്മള് വെച്ച് കല്യാണം. ഇവിടെ കല്യാണത്തിന് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഏതായാലും മേലെ കയറി. 1-2 ഫ്രണ്ട്സ് ഉണ്ട്, അവരൊന്ന് വിളിച്ചു നോക്കണം. അപ്പം എന്തായാലും മുല്ലപ്പൂ ചൂടുന്നില്ലേ? യെസ്. അപ്പൊ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ഗൈസ്. കല്യാണം കണ്ടിട്ട് വരാം, നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ മേലേക്ക് കയറി. ഐ മീൻ താഴെ കാറ് പാർക്ക് ചെയ്തിട്ട് സ്റ്റെയർ കയറി മേലെ ഹോളിന്റെ മേലെ ഭാഗത്താണ് കല്യാണവും ഫുഡും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മള് മേലേക്ക് വന്ന പാട് നമ്മള് ശ്യാമിനെ കാണാൻ പോയപ്പോ അവനെ അവിടെ ഫോട്ടോഷൂട്ടിലാണ്, അറിയാലോ, ചെക്ക് കയറുന്നതിനുള്ളിൽ. അപ്പൊ നമ്മള് വെൽക്കം ഡ്രിങ്ക് കുടിച്ച് ദാഹം അകറ്റി. പിന്നെ അവിടെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് ശ്യാമിന്റെ അച്ഛൻ. അതേപോലെ ഈ ഒരു കാറിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അവന്റെ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. പിന്നെ അവിടെ ഫോട്ടോഷൂട്ടിന്റെ പരിപാടി എടുക്കുകയാണ്. ഓൾറെഡി ഇറങ്ങി അവനെ തിരിച്ചു കയറ്റി വീണ്ടും ഫോട്ടോ എടുക്കാൻ, നല്ലൊരു ഫോട്ടോ എടുക്കാൻ ടൈം ആവും. അതെ, ആഷ്ന ശ്യാം കല്യാണച്ചക്ക് ഓർമ്മ. ഹലോ. അങ്ങനെ കുറച്ചു നേരം കാത്തിരുന്നതിന്റെ ശേഷം, കുറച്ചധികം നേരം കാത്തിരുന്നതിന്റെ ശേഷം നമ്മുടെ ശ്യാമിനെയും പിന്നെ അതേപോലെ ആശ്രയും സ്റ്റേജിലേക്ക് വന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ സെറ്റ് ആയി. പിന്നെ എന്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ട്, മീൻസ് എന്റെ ശ്യാമിന്റെ കൂടെ പഠിച്ച നമ്മുടെ ഒരു ഫ്രണ്ട് എൽദോ വർഗീസ് ആണത്. അതേപോലെ നമ്മുടെ സെയിം ബാച്ചിൽ ഉണ്ടായിരുന്ന ഒരാളാണിത്, അനുമോൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇവരെല്ലാരും ഉണ്ടായിരുന്നു കല്യാണത്തിന് വേണ്ടി. അപ്പൊ നമ്മളെല്ലാരും കല്യാണം കണ്ടു നിന്നു. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയതിനു ശേഷം പിന്നെ അവിടെ വെച്ച് തന്നെ നമ്മുടെ രജിസ്റ്ററിൽ ഒപ്പൊക്കെ ഇട്ട് എൻഗേജ്, മീൻസ് കല്യാണം രജിസ്റ്റർ ചെയ്യുന്ന പരിപാടി അവിടെ നിന്ന് ചെയ്യും. ഇത് ആക്ച്വലി ഒരു നല്ലൊരു പരിപാടിയാണ്. നമ്മളൊക്കെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഇതിന്റെ പേപ്പറൊക്കെ ശരിയാക്കാൻ പോകുന്നതിനേക്കാളും ഇത്രയും ബെറ്റർ പരിപാടിയാണിത്. അങ്ങനെ അവരതൊക്കെ സൈൻ ചെയ്ത് സെറ്റ് ആയതിനു ശേഷം പിന്നെ അവർക്ക് ഫോട്ടോ എടുക്കലും പരിപാടി. ഇത് പിന്നെ അഖിൽ ജോസ് നമ്മുടെ മെയിൻ, പിന്നെ അത് അവന്റെ വൈഫാണ് കൂടെ ഉണ്ടായിരുന്നത്, അലീന പറഞ്ഞിട്ട്. അവരൊക്കെ സെയിം ബാച്ച് തന്നെയായിരുന്നു. പിന്നെ ഇത് അർജുൻ കിഷോർ മേത്ത, ഈ വലിയ മനുഷ്യൻ. പിന്നെ നമ്മള് സ്റ്റേജിൽ കയറി ഫോട്ടോ ഒക്കെ എടുത്തു സെറ്റ് ആയതിനു ശേഷം പിന്നെ എല്ലാരും കൂടെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. ഇല വിരിച്ചു, പല വിഭവങ്ങളും. പിന്നെ ഇവിടേക്ക് മാത്രം കണ്ടിരുന്ന കുറെ ഐറ്റംസ് ഉണ്ട്, പൈനാപ്പിൾ കിച്ചടി, അങ്ങനത്തെ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ എല്ലാം ചേർത്ത് ഫുഡൊക്കെ കഴിക്കുക. എല്ലാരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം പിന്നെ ബോളിയും പായസവും ഉണ്ടായിരുന്നു. അപ്പൊ ഭാഗ്യമാണെങ്കിൽ ഇത് ഉണ്ടാവില്ല എന്ന് വിചാരിച്ച ഇലയൊക്കെ മടക്കി വെച്ചു. പിന്നെ ഞാൻ എനിക്ക് തന്ന സാധനം ബായിക്ക് കൂടെ കൊടുത്തു. അത്ര
മീൻസ് ഭയങ്കര ഫാൻ അല്ല, പക്ഷെ വല്ലപ്പോഴും നമുക്ക് ട്രൈ ചെയ്യുന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട്. പിന്നെ അവരെല്ലാരും കൂടെ ചേർന്ന് നിന്ന് ഇറങ്ങി, പിന്നെ നമ്മളെല്ലാരും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ഇത് ഗോകുൽ, ഇവനും ഞങ്ങൾ കൂടെ പഠിച്ചാണ്, മീൻസ് നമ്മുടെ സെയിം ബെഞ്ചിൽ അപ്പൊ ഗൈസ് നമ്മള് കഴിച്ചു കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞു, ഫുഡ് കഴിച്ചു, പിന്നെ വാഷ്റൂമിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തു. എന്നിട്ടാ ഇപ്പൊ നമ്മള് അപ്പുച്ചീന്റെ കോളേജിലേക്ക് പോവാണ്. പഠിച്ച കോളേജിലേക്ക്, ഇപ്പൊ പഠിക്കുന്നതല്ല, പഠിച്ചിരുന്ന കോളേജിലേക്ക്. എന്തായിരുന്നു പേര്? കൂത്താട്ടുകുളം. അപ്പോ നമ്മള് അവരെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോ നമ്മളിങ്ങനെ പോവാണ്. ഒന്ന് കാണാലോ ഇവരെ കോളേജൊക്കെ ഒന്ന്. ഇനിയിപ്പൊ എപ്പോഴെപ്പോഴൊന്നും നമ്മള് എറണാകുളത്ത് വരില്ല. അപ്പൊ നമ്മളങ്ങോട്ട് പോവാട്ടോ ഗൈസ്. അപ്പുറത്തൊക്കെ കൈതച്ചക്കേന്റെ ഒക്കെ ചെടിയും കൃഷിയും, പിന്നെ മെയിനായിട്ട് പിന്നെ റബ്ബർ തോട്ടങ്ങളൊക്കെയാണ്. എനിക്കിത് ആദ്യത്തെ എക്സ്പീരിയൻസ്. ഞാൻ ഈ വഴിയൊക്കെ ആദ്യമായിട്ടാണ്. നീ വന്നിട്ടുണ്ട് ഇവിടെ? ഇത് ഇടുക്കി ജില്ലയല്ലേ? തൊടുപുഴ. ഇവിടേക്ക് ഈ സൈഡിലൊക്കെ അങ്ങനെ തന്നെയാ, റബ്ബർ നമ്മുടെ നാട്ടില് രണ്ട് സൈഡും കൃഷി. നമ്മളവിടെ തെങ്ങ് കൃഷിയും വാഴക്കൃഷി എന്ന് പറയണ, ഇവിടെ ഫുൾ റബ്ബർ തോട്ടും കൈതച്ചക്ക. വഴി കാണിക്കാൻ വന്നവര് ദൂരെ എത്തിപ്പോയി, അവര് വേറെ എവിടെയോ എത്തി, അവര് വെയിറ്റ് ചെയ്യണം. ഇപ്പൊ ട്രാക്കിലായില്ലേ? എനിക്ക് ഈ ദേശത്തെ വഴി അറിയില്ലടാ, ഇവര് പറക്കാണോ? ഇവിടെയൊക്കെ ഞാൻ പണ്ട് പഠിച്ച സമയത്ത് വന്നിട്ടുണ്ട്, ഈ സ്ഥലത്ത് കൂടെ. വണ്ടി നോക്കിയപ്പോഴാണ് റോഡിന് നടുവിൽ കുഴി ഒഴിച്ചേക്കുന്നത്. അപ്പൊ അങ്ങോട്ട് കാർ എടുക്കാനും പറ്റില്ല. പിന്നെ നമ്മൾ ഇറങ്ങി ട്രക്കിംഗ്, ദുർഘടമായ പാതയിലൂടെ നമ്മൾ പോകുന്നത്. ഇവിടെയൊക്കെ ഉണ്ടോ, ശരിക്കും കാർ ഇങ്ങോട്ട് വരുന്നതാണ്, പക്ഷെ ഇപ്പൊ ഇതിലേ വരുന്നില്ല. പോകുന്നതൊരു യെസ് ഐ തിങ്ക് സോ. മേത്ത വരുന്നില്ലേ? വാ, നമുക്ക് ഇതിന് കണ്ടിട്ട് വരാം. സോ ഗൈസ്, ഇതാണ് ഞാൻ പഠിച്ച കോളേജ്, BTC കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. ഇപ്പം ഇവിടെ ആകെ അലങ്കോലായി, ഒരു എന്താ പറയാ, ഗോസ്റ്റ് ഹൗസ് പോലെയായിട്ട്. ഇവിടെ എന്തൊക്കെ ഇഷ്യൂസ് ഒക്കെ ആയിട്ട് അടച്ചതാ. താഴേക്ക് വീഴൂല. ഇവിടെയാണ് ഞാൻ പഠിച്ചത്. അങ്ങനെ കോളേജിനെ നോക്കി ഓർമ്മകളായ വർത്തു. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. ബൈ. വീടിന്റെ ഉടമസ്ഥനും ഉടമസ്ഥയും. അവിടുന്ന് പിന്നെ നമ്മൾ നേരെ വന്നത് അഖിൽ ജോസിന്റെയും അലീനയുടെയും സ്വപ്നഭവനത്തിലേക്കാണ്. ഇവിടെ പിന്നെ അഖിൽ ജോസിന്റെ പപ്പയും പിന്നെ അനിയനുണ്ട്. അനിയൻ ചെന്നൈയിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ അവന് ഇവിടെ ഉണ്ടാവാറില്ല. അപ്പൊ ഇവർ രണ്ടുപേരെ മെയിൻലി ഉണ്ടാവാറ്. അങ്ങനെ ഫുള്ളി ഇവര് മൂവ് ആയിട്ടില്ല, ഇവിടെ കുറച്ചുകൂടെ പണികളുണ്ട്, ഫിനിഷ് വർക്കൊക്കെ. അപ്പൊ ഇവര് നമുക്കൊരു ഡ്രിങ്ക് ഓഫർ ചെയ്തു, നമ്മൾ ഇങ്ങോട്ട് വന്നു. ചായ കോഫിയാണ് ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ പിന്നെ അവരെ ഓപ്പൺ കിച്ചൺ സെറ്റപ്പും മൊത്തത്തിൽ വീടിന്റെ ആ ഒരു ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ടു. ആംബിയൻസ് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് വീട് വരുന്നത്, ബട്ട് സ്റ്റിൽ അത്യാവശ്യം നല്ല രീതിക്കാണ് അവൻ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഫുള്ളി പ്ലാനിങ്ങും കാര്യങ്ങളും ഇവർ രണ്ടുപേരും പിന്നെ അച്ഛനും എല്ലാരും കൂടെ ചേർന്നിട്ടാണ് മൊത്തത്തില് വന്നേക്കുന്നത്. നല്ല രസമുണ്ട്. റൂമുകളായാലും അവർക്ക് എല്ലാവർക്കും അറേഞ്ച് ചെയ്ത രീതി ഒരു 3 റൂം അങ്ങനെ സെറ്റ് ചെയ്തു. 3 റൂമും ഓപ്പൺ കിച്ചണ് എല്ലാം ഒറ്റ ഫ്ലോറിൽ തന്നെ. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു. വർക്ക് ഏരിയ ആയാലും എല്ലാം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പെരുമാറാൻ പറ്റുന്ന ഇല്ല. പിന്നെ പെൺപിള്ളേർക്ക് അറിയുള്ളൂ കിച്ചൺ എത്രത്തോളം വലിപ്പുണ്ടെങ്കിലേ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇതൊക്കെ അവർക്ക് പ്ലാൻ ഉണ്ട്, ഇതൊക്കെ അവരുടെ സ്ഥലം തന്നെയാണ്. അവിടേക്ക് യാർഡ് പോലെ സെറ്റ് ചെയ്യാൻ അങ്ങനത്തെ പ്ലാനൊക്കെ ഉണ്ട്.
അപ്പം ഇവര് കറന്റ് ഇപ്പൊ ഇവിടെയാണ് താമസിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു ലൈമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് അവരുടെ കല്യാണ ആൽബം നോക്കാൻ വേണ്ടിയിരുന്നു. നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി ഇവരെ കല്യാണത്തിന് വരാൻ പറ്റിയില്ല. ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വീട് മാറുന്നതും ആ ഒരു ഹസിലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇവരെ കല്യാണം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ ആൽബത്തിൽ ഇവരെ കോസ്റ്റ്യൂം കാര്യങ്ങൾ കണ്ടപ്പോ നമുക്ക് നല്ല ഇഷ്ടമായി. രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടു ആ ഒരു അറേഞ്ച്മെന്റ്സ് ഒക്കെ. അപ്പൊ നമ്മള് ഫുൾ അരിച്ചു പെറുക്കി ആൽബം ഒക്കെ കണ്ടു. അതിന്റെ ശേഷം പിന്നെ പുറത്തേക്ക് ഇറങ്ങി. ആടിക്കോളൂ, മതിയാവോളം ആടിക്കോളൂ. ഇത് അഖിൽ ജോസിന്റെ പെറ്റാണ്. ആദ്യം അവന് കുറെ പൂച്ചക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അത് പഴയ വീട്ടിലുണ്ടെന്ന് പറഞ്ഞു. ഫോട്ടോ എടുക്കാം. വെൽക്കം ടു കോഴിക്കോട് എനി ടൈം. നീയും. സോ ഗൈസ്, നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ എൻ്റെ കോളേജ് പഠിച്ച കോളേജ്, അതിന്റെ സർക്കംസ്റ്റൻസ്, പിന്നെ കൂടെ പഠിച്ച ഫ്രണ്ടിന്റെ വീട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളൊക്കെ നൊക്ലാച്ചി അടിച്ചു പോയി. യെസ്. അങ്ങനെ ഇപ്പൊ ഒരു ഓൾമോസ്റ്റ് ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 2019 കഴിഞ്ഞ, അപ്പൊ 2025 ഒരു 6 വർഷമായിക്കണം ഞാൻ ഇപ്പൊ കോളേജ് കഴിഞ്ഞിട്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറെ മാറ്റങ്ങളൊക്കെ അവിടെയുണ്ട്. റോഡിനായാലും മറ്റേ അവിടെ കീറി പൊളിച്ചിട്ടേക്കുന്നുണ്ട്, അല്ലെങ്കിൽ കാർ അവിടേക്ക് കയറ്റി നിർത്തി നോക്കരുത്. എന്തായാലും നമ്മൾ കണ്ടു. കുറച്ച് ഓർമ്മകളൊക്കെ എപ്പോഴും പറയാറുണ്ട്, കോളേജ് വരെ പോവായിരുന്നു, കാണായിരുന്നു പോയിട്ട്. ആ ഒരു ജസ്റ്റ് നമ്മൾ നടന്ന ഒരു പാത, ആ ഒരു ഭാഗത്തേക്കൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും കോളേജിന്റെ അവിടെയൊക്കെ കണ്ട് കുഴപ്പമില്ല. അങ്ങനെ കോളേജ് ഒന്നും വർക്കിംഗ് ഒന്നല്ല, അവർ സ്റ്റിൽ അവിടെ കണ്ടുകൊണ്ട് പോകുന്നത് നമ്മൾ പഠിച്ചൊരു ഇത് എന്നുള്ള രീതിയിൽ. അങ്ങനെ ഇനിയിപ്പോ നേരെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക്, ഇവിടെ വീട്ടിലേക്ക് മലപ്പുറത്തേക്കാണ്, എന്നിട്ട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോകാന്നാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ ഒറ്റ സ്ട്രെച്ചിൽ പോവാം. ഓക്കെ, അപ്പം ഇതുവരെ നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്തിട്ട് എന്തെങ്കിലും വീഡിയോ ലൈക്ക് ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് സെൻട്രൽ സ്ക്വയർ മാളിലെ ഈ ഒരു കടയിൽ കയറിയിട്ട് അവിടുന്ന് ഒരു ക്രീം ബണ്ണും അതേപോലെ മാക്രോൺസ് ഭാഗ്യതൊരു കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതും മേടിച്ചു. പിന്നെ എനിക്ക് ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോട്ട് എസ്പ്രസോയും മേടിച്ചു. ഞാൻ ഇതുവരെ എസ്പ്രസോ ട്രൈ ചെയ്തിട്ടില്ല, ലാറ്റയും ക്യാപ്പിച്ചിനും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന വഴിക്കും നല്ല രീതിയിൽ ഉറക്കം വരാൻ ചാൻസ് ഉണ്ടായിരുന്നു, കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ എണീറ്റിട്ടാണ് വന്നത്. അപ്പൊ പോകുമ്പോഴും ഉറക്കം വരും എന്ന് ഉറപ്പായതുകൊണ്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് മേടിച്ചു മുടിച്ചു. ഗൈസ്, അപ്പൊ നമ്മളിവിടെ സെൻട്രൽ സ്ക്വയർ മാളിൽ വന്നു. നമുക്ക് ഒന്ന് വാഷ്റൂം യൂസ് ചെയ്യാണ്ടായിരുന്നു. പിന്നെ അതേപോലെ എന്തെങ്കിലും സ്നാക്ക് മേടിക്കാൻ വേണ്ടി കയറി. പിന്നെ എനിക്ക് ഉറക്കം വരാതിരിക്കാൻ ഒരു ഷോർട്ട് എസ്പ്രസോ കഴിച്ചു. പിന്നെ ബന്നും മക്രോൺസ്. യെസ്, വേറെ ഒന്നും ഇപ്പൊ കഴിക്കില്ല, നേരെ വീട്ടിലേക്ക്. ഇപ്പൊ തന്നെ ഓൾറെഡി ലേറ്റ് ആയി, 6 മണി. 4 മണിക്കൂറിന് മേലെ ഓട്ടണ്ട. അപ്പൊ അടുത്ത് 10 മണി കഴിയും. അപ്പൊ എന്തായാലും വേഗം നേരെ വീട്ടിൽ വെച്ച് പിടിക്കാന്ന് വിചാരിക്കാണ്, ലേറ്റ് ആവരുതേ. ഇന്നാണെങ്കിൽ സൺഡേ അല്ലേ, ബ്ലോക്കും ഉണ്ടാവും. അപ്പൊ ഉറക്കം വരാതിരിക്കുക എസ്പ്രസോ ഒരു ഷോട്ട് എടുത്താൽ നല്ല കയ്പാണ്. ഇവള് ട്രൈ ചെയ്തിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈം എസ്പ്രസോ ട്രൈ ചെയ്യുന്നത്. ഞാൻ മറ്റേ ക്യാപ്പിച്ചിന് ലാറ്റൊക്കെ ട്രൈ ചെയ്തു. ഇത് പിന്നെ കുഴപ്പമില്ല, എന്തായാലും ഉറക്കം വരില്ല എന്ന് വിചാരിക്കാം. കാരണം ഇന്ന് രാവിലെ തീരെ ഉറക്കം കിട്ടിയില്ല ഡ്രൈവ് വരുന്നത്. പിന്നെ ഇവിടെ നിന്നൊന്നും റെസ്റ്റ് ഇല്ലായിരുന്നല്ല. സംഭവം എന്താ പറയാ, റിസ്ക് ആണ് കാർ എടുത്ത്. പിന്നെ ശീലമായവർക്ക് കുഴപ്പമില്ല, നമ്മൾ ആദ്യമായിട്ടാ. പിന്നെ ട്രെയിനും ഇതും നമ്മള് വിചാരിച്ച സമയത്തൊന്നും നടക്കൂല. പറഞ്ഞാലും നമ്മള് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്, പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്നും ഇല്ലാതെ കഷ്ടപ്പെടും. ഒന്നില്ലെങ്കിൽ പെട്രോൾ പമ്പ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് പോണ സ്ഥലം, അല്ലെങ്കിൽ മാള്. അപ്പൊ ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇനി വീട്ടിലെത്തിയിട്ട് കാണാം. ഓക്കെ, ചെറിയ കഷ്ണം മതി. ഇതിലാക്കല്ലേ ഉറുമ്പ് വരും. ആക്കാതെ കഴിച്ചു. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നു. എങ്ങനെയുണ്ട്? ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് പോവാം. ഗൈസ്, അടുത്ത ബ്ലോക്ക് എത്തി. ഇന്ന് സംഭവം എന്താ വെച്ചാലേ, ഇത് കറക്റ്റ് ലൈനൊക്കെ നിന്ന് എല്ലാരും ബസ്സിന്റെ അവസ്ഥ പറഞ്ഞുതരാ. സംഭവം എന്താ വെച്ചാൽ, ഈ ലൈന് കറക്റ്റ് നിന്ന് പോവാണെന്നുണ്ടെങ്കിൽ ഏത് ബ്ലോക്കും കുറച്ച് സിമ്പിളായിട്ട് പോവാം. ഈ ബ്ലോക്കിന്റെ ഇടയ്ക്കൂടെ ഇവന്മാര് ഈ ബസ്സിന്റെ ആൾക്കാര്, ബസ് പ്രൈവറ്റും KSRTCയും പിന്നെ പോരാത്ത ടൂറിസ്റ്റ് ബസ് ഉണ്ടെങ്കിൽ അതെല്ലാതാ ഇതുപോലെ ഇങ്ങനെ പോയാല് എന്ത് സംഭവിക്കും, വീണ്ടും
ഈ ലൈൻ നിൽക്കുന്ന ഒരു പൊട്ടം ലൈൻ നിൽക്കുന്ന പൊട്ടന്മാര് മാത്രല്ല വീണ്ടും കണ്ടസ്റ്റഡ് ആവുക ചെയ്യുന്നത്. ഉള്ള ബ്ലോക്ക് തന്നെ വീണ്ടും കൂടി ഊരാക്കുടുക്കായിട്ട് മാറുക ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഓവർടേക്ക് ചെയ്താല്. നമ്മളും മണിക്കൂറുകളോളം നിക്കുന്നതാണ് ഇങ്ങനെ. എന്താ നമുക്കും വീട്ടിൽ പോകുന്നു വേണ്ടാണാവ. കൊറേ അമ്മമാരിങ്ങനെ കേറി പോകുന്നുണ്ട്. വല്ലാത്തൊരവസ്ഥ തന്നെ. അപ്പൊ ഗായ്സ് ഫൈനലി നമ്മള് 10:21 നമ്മൾ നാട്ടിലെത്തി തന്നെ വീട്ടിലേക്ക് എത്തിയിട്ടില്ല തേരിട്ടു കുറ്റിപ്പുറത്തി. സോ ഗൈസ് അറ്റ് ലാസ്റ്റ് എത്ര മണിക്കാ 11:57 10:57 നമ്മൾ റീച്ചായി. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഡെഡായി, എനർജി കഴുത്തിൽ മറ്റേ ഈ തിളക്കത്തല മീശമാതാന്റെ മറ്റേ കൊച്ചു ഹനീഫ വെക്ക് കഴുത്തിൽ തന്നെ അത് വെക്കേണ്ടി അത്രയ്ക്ക് ഭയങ്കര ഇത് ഉളുക്കലും പെയിനും കഴുത്തൊക്കെ. സോ ഗൈസ് അപ്പം ഇന്നത്തെ വീഡിയോയുടെ വെച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ കിടക്കാൻ പോവാണ്. അടുത്തൊരു കാണുന്നതായിരിക്കും. Still then take care, bye and subscribe ചെയ്യാൻ മറക്കണ്ട. ഓക്കെ. അങ്ങനെ വീട്ടിലെത്തി നല്ല ടയേർഡായി. എനർജി ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെ ഫുഡ് കഴിക്കാതെ ഒരു രക്ഷയുണ്ടായിരുന്നു. ശരിക്കൊന്ന് കിടന്നാ മതിയെന്നായിരുന്നു. പിന്നെ ഫുഡ് കഴിച്ചില്ലേ ചത്തു പോകുന്നതുകൊണ്ട് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഒന്ന് ചപ്പാത്തി എഗ് റോസ്റ്റും കഴിച്ചു.